ഹായ് ഹലോ. അപ്പോൾ ദേ കുറേ നാൾക്ക് ശേഷം യൂട്യൂബിൽ വീണ്ടും ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ ഇന്ന് ഉച്ചയ്ക്ക് രാവിലത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയും ഉച്ചക്കത്തെ ലഞ്ചിൻ്റെയൊക്കെ കഴിഞ്ഞിട്ടുള്ള കിച്ചൺ ക്ലീനിങ് ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കിച്ചൺ എല്ലാ പരിപാടിയും കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ ദേ ഇങ്ങനെ കുറേ ദിവസമായപ്പോൾ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലൊക്കെ വന്നിട്ട് എല്ലാവരും നന്നായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കുറച്ച് തോട്ട്സൊക്കെ ആയിട്ട് ഈ പ്രാവശ്യം കുറച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇട്ട് തുടങ്ങിയിരിക്കുന്നത്. നല്ല ചിന്തകൾ, എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ എനിക്കിപ്പോൾ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ തോന്നുന്നത് എന്താണെന്നറിയോ, എല്ലാ ദിവസവും ഇങ്ങനെ വീടൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ബോറടിക്കും, അല്ലെങ്കിൽ അത് റിപ്പീറ്റേഷനായിട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എനിക്ക് പലപ്പോഴും ഇതൊക്കെ റിപ്പീറ്റേഷനായിട്ട് തോന്നാറുണ്ട്. പക്ഷേ എന്താണ്, റിപ്പീറ്റേഷൻ തന്നെയല്ലേ നമ്മുടെ ലൈഫ്. അല്ലാതെ നമ്മളൊന്നുമില്ല, ഒരു കാര്യങ്ങളും ഇല്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് 2 ദിവസമൊക്കെ അങ്ങനെ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റും. 3-ാം ദിവസം നമുക്ക് അങ്ങനെ ഒട്ടും വെറുതെ ഇരിക്കാൻ തോന്നില്ല. എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ശരീരം നമ്മളെ ഒരു രോഗിയായി തന്നെ തീർക്കും. അപ്പോൾ ഈ ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോഴേ നമ്മുടെ മനസ്സിന് എല്ലാം വൃത്തിയായിട്ട് കിടക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എത്ര വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ വീട് ഇങ്ങനെ അലമ്പായി കിടക്കുമ്പോൾ നമുക്ക് ആ ദേഷ്യം ഒക്കെ കൂടി നമുക്ക് ദേഷ്യം കൂടുതലുണ്ടായിരിക്കും. ഇത് വീട് ക്ലീനായി കിടക്കുമ്പോഴും നമ്മുടെ കിച്ചണും പരിസരങ്ങളൊക്കെ ക്ലീനായി കിടക്കുമ്പോഴും നമുക്കൊരു ദേഷ്യം, നമുക്ക് സ്വസ്ഥമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കാം. നമുക്ക് പുറത്ത് പോകണം, എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നുള്ള ചിന്താഗതികളൊന്നും അപ്പം നമുക്ക് വരില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കാനേ നമുക്ക് കൂടുതലും തോന്നുള്ളൂ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനേ തോന്നില്ല, വീടൊക്കെ നല്ല ക്ലീനാക്കി ഇടണമെങ്കിൽ. അപ്പോൾ അങ്ങനെ ഞാനത് എൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി. ഇത്രയും പാത്രങ്ങൾ തന്നെ രാവിലെയും കഴുകിയായിരുന്നു കേട്ടോ. രാവിലത്തെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ, ലഞ്ചിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളൊക്കെയാണിത്. അപ്പോൾ പച്ചക്കറി നൊയമ്പായതുകൊണ്ട് നമുക്ക് മീനിൻ്റെ പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ജോലികളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ദേ ഞാൻ എൻ്റെ പൈപ്പും സിങ്കും ഇതൊക്കെ ഞാൻ എല്ലാ ദിവസവും കഴുകില്ല കേട്ടോ. പൈപ്പൊക്കെ ഞാൻ ഒരാഴ്ചയിൽ 1 തവണ, അല്ലെങ്കിൽ കൂടി വന്ന് 2 തവണ. അത് ഞാൻ ഈ ഒരു ടൂത്ത് ബ്രഷ് ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ കോർണറൊക്കെ ഇത്തിരി ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ടിട്ട് ബ്ലീച്ചിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഒരു പ്രത്യേകമായ നല്ല വെട്ടത്തിൽ കിടക്കും. നമ്മൾ ശരിക്കും ബ്ലീച്ച് ഇടുമ്പോഴേക്കും ഒന്നും കൂടി ഒന്ന് ക്ലിയറായിട്ട് കിട്ടും. പിന്നെ ദേ നമ്മുടെ തടത്തുണിയൊക്കെ ഒന്ന് നല്ല സോപ്പിട്ടാണ് ഞാൻ കഴുകിയെടുക്കണത്. അപ്പോൾ ദേ അതൊക്കെ ഒന്ന് കഴുകി ഒന്നും കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ ദേ കിച്ചൺ സ്ലാബിൻ്റെ ക്ലീനിങ് പ്രോഗ്രാമുകളൊക്കെ തന്നെ എല്ലാം കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ നാളെ ഉള്ളൂ ഇത്രയും വലിയ പണികളൊക്കെ എനിക്ക്.